കോവളത്തിന് എണ്ണാനുള്ള നേരത്തെ പറഞ്ഞത് കോട്ടുകാൽ, അവണാകുഴി, കാഞ്ഞിരംകുളം, പുല്ലുവിള, പുതിയ തുറ, പൂവാർ, അരുമാനൂർ, ഇതൊക്കെ വാരിയെടുക്കും തരൂർ. അതാണ് തരൂരിന്റെ ഇലക്ഷൻ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുക. വാരിയെടുക്കും, മീൻ വാരിയെടുക്കുന്നത് പോലെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2014 തനിയാവർത്തനമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2014 15,140 വോട്ടിനാണ് ശശി തരൂർ ജയിച്ചതെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരുപക്ഷെ രീതിയിൽ ശശി തരൂരിന് ഈ പ്രാവശ്യം ജയിക്കാൻ പറ്റും. പക്ഷേ ആറ്റിങ്ങിൽ എന്ത് സംഭവിക്കും? ആ ബിഗ് ഫൈറ്റ് സംഭവിക്കുന്നത് ഈ മണിക്കൂറിൽ ആറ്റിങ്ങിലാണ്. അടൂർ പ്രകാശിന് അടിതെറ്റുമോ എന്നതാണ് വലിയ ചോദ്യം. ജോയ് എൻജോയ് ചെയ്യുമോ എന്നതാണ് ചോദ്യം. ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നു. ഒരു ഘട്ടത്തിലും ഈ ലീഡ് വീണ്ടും കുറഞ്ഞു. 422 അടൂർ പ്രകാശിന്റെ ലീഡ് നില കുറയുന്നു. 422 600-ൽ നിന്ന് 422-ലേക്ക് കുറയുന്നു. ശശി തരൂർ മുന്നേറുന്നു. 15,100 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ശശി തരൂരിനുള്ളത് തിരുവനന്തപുരത്ത്. ഇനിയുള്ളതും ശശി തരൂരിന് കൂടുതൽ വോട്ടുകൾ നേടിക്കൊടുക്കാൻ കഴിയുന്ന ബൂത്തുകളാണ്. അപ്പോഴും ഒരു കാര്യം പറയാം, ശശി തരൂരിന്റെ വിജയം ഉറപ്പിച്ചു എന്ന് ഏതാണ്ട് നമ്മൾ പറയുമ്പോഴും 15,000 വോട്ടിനാണ്, 15,100 വോട്ടിന് കഴിഞ്ഞ ഇലക്ഷനിൽ നേടിയ 99,900 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഏതായാലും ഡോക്ടർ തരൂർ എത്താൻ പോകുന്നില്ല. 2009-ൽ 99,998 1 ലക്ഷത്തിന് 2 വോട്ട് കുറവ്. തരൂരിന് എന്തോ ഒരു പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 വോട്ട് കുറവ്. പെട്ടെന്ന് പറയാം, ബംഗാളിൽ നിന്നാണ് 31 ഇപ്പോൾ TMC മുന്നിലാണ്, 10 BJP, 1 കോൺഗ്രസ്. പക്ഷേ അഭിഷേക് ബാനർജി 5.5 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ഡയമണ്ട് ഹാർബറിൽ മുന്നിട്ട് നിൽക്കുന്നത്. ശത്രുഘ്നൻ സിൻഹ മുന്നിലാണ്. മഹുവ മൊയ്ത്ര 47,000 വോട്ടിന് കൃഷ്ണനഗറിൽ മുന്നിലാണ്. ഡയമണ്ട് ഹാർബറിൽ പ്രതീഖുർ റഹ്മാൻ എത്ര വോട്ടുണ്ട്? 2ാം സ്ഥാനത്ത് BJP ആണോ CPM ആണോ? BJP ആണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥിയായി അഭിഷേക് ബാനർജി ഇൻ ഡയമണ്ട് ഹാർബർ തൃണമൂൽ കോൺഗ്രസ് മാറുമോ എന്നുള്ളതാണ് ആ ലീഡ് നില നമുക്ക് നൽകുന്ന കൗതുകകരമായ ഒരു ഡെവലപ്മെന്റ് സംഗതി. ഇപ്പോഴാണ് ആ ഫോമിലേക്ക് വന്നതെന്ന് തോന്നുന്നു. ആ കമന്ററിയുടെ മൂഡിലേക്ക് വരുന്നുണ്ട്. ആറ്റിങ്ങലിലെ ഫോട്ടോ ഫിനിഷിനെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. തിരുവനന്തപുരത്തിൽ വലിയ ആകാംക്ഷ ഇനി വേണ്ട. ആറ്റിങ്ങൽ പക്ഷേ ഫോട്ടോ ഫിനിഷിലേക്കാണ്. ഇനി 12 റൗണ്ടാണ്. 15,235. നേരത്തെ 15,100 ആയിരുന്നു. അത് അല്പം കൂടെ മെച്ചപ്പെടുത്തുകയാണ്. ഘട്ടം ഘട്ടമായി ലീഡ് നില ഉയർത്തുന്നു ശശി തരൂർ. 422 എന്നുള്ളത് 423 ആക്കി. ഓരോ വോട്ടിന്റെ ലീഡ്, ഓരോ വോട്ടുമാണ് എണ്ണുന്നത് കേട്ടോ. ഓരോ വോട്ട് 1, 2, 3 എന്ന് പറഞ്ഞ എണ്ണാണ്. ആറ്റിങ്ങലാണ് ഇനി കളി നടക്കുക. ബാക്കി എല്ലാം ഫിനിഷ് ആയിരിക്കുന്നു. 18 സീറ്റുകൾ. കഴിഞ്ഞ തവണത്തേതുപോലെ LDFന് ഒരു കനൽ തരി മാത്രം. 1 ആലപ്പുഴയിൽ നിന്ന് മാറി 412 കുറഞ്ഞു. 423-ൽ നിന്ന് അടൂർ പ്രകാശിന്റെ ലീഡ്. ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം നോക്കൂ, 2,56,367. കഴിഞ്ഞ തവണത്തെ രാഗ തരംഗത്തിൽ 1,93,000 ചില്ലറയായിരുന്നുവെങ്കിൽ അത് അപ്പുറത്തെ മണ്ഡലത്തില് അല്ല, ഇവിടെയും അല്ല, ഇവിടെ 260. അപ്പോ ആ നിലയിലുള്ള ഒരു വലിയ മുൻതൂക്കത്തിലേക്ക് രണ്ടിടത്തും, അതായത് പൊന്നാനിയിലും മലപ്പുറത്തും പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സമസ്തയിലെ വിമത വിഭാഗം എന്ത് ചെയ്യും ഇനി? അതൊക്കെ സമസ്ത മേഖലകളിലും പിന്നിലാക്കി. സമസ്ത മേഖലകളിലും നേരത്തെ വളരെ ആത്മവിശ്വാസത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും ലീഗ് അധ്യക്ഷനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു 2 ലക്ഷം വോട്ടിന് മലപ്പുറത്ത് ജയിക്കും, 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പൊന്നാനിയിൽ ജയിക്കുമെന്ന്. നോക്കൂ, പൊന്നാനിയിൽ 2,04,744. അവിടെയും 2 ലക്ഷം, 1/2 ലക്ഷം കൂടുതലാണ്. 1/2 ലക്ഷം കൂടിയതേ ഉള്ളൂ.